എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയുന്നത് ആഭിചാരദോഷങ്ങൾ വരാതിരിക്കാനോ അല്ലെങ്കിൽ വന്നാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും പ്രാർത്ഥിക്കേണ്ട ദേവതമാരെയും അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇനി നിങ്ങൾക്കിതുപോലുള്ള അറിവുകൾ കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇവിടെ ഞാൻ കുറച്ച് ദേവതമാരെ പറയാം. ആദ്യം തന്നെ നമുക്ക് ആഭിചാരദോഷത്തിന് പ്രവർത്തിക്കാൻ പറ്റിയ ദേവതമാരിൽ ഒരാൾ അത് ഭഗവാൻ ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്കും ഭജിക്കുന്നവർക്കും ഒരു പ്രൊട്ടക്ഷൻ വരും. ആഭിചാരദോഷം, ശത്രുദോഷം അങ്ങനെയുള്ള ഒരു ദോഷവും നമ്മളെ ബാധിക്കില്ല. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളിടത്തോളം കാലം നമുക്ക് ഇത് എത്ര വലിയ ആഭിചാരദോഷമാണെങ്കിൽ പോലും നമ്മളെ ബാധിക്കില്ല. ബാധിച്ചാൽ തന്നെ അത് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകും എന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ട രീതിയും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളെ എല്ലാം ഞാൻ മുന്നത്തെ 2 വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു ദേവത ഭഗവാൻ മുരുകനാണ്. മുരുകൻ ആഭിചാരദോഷത്തിന് എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ചെറിയ ഷോർട്സായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. ആദ്യം ഞാൻ പറയാം മുരുകൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുരുകൻ പാർവതി ദേവിയിൽ നിന്നും വേൽ വാങ്ങിയതിനാൽ ആ വേല് കൈവശം വെച്ചതിനാൽ മുരുകൻ ശക്തിവേലനായി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ തന്നെ മാതാവായ ശ്രീ പാർവതി ദേവിയാണ് ആ വേലിൻ്റെ രൂപത്തിൽ ഭഗവാന് രക്ഷയായിട്ട് കുടിയിരിക്കുന്നത് എന്നാണ് വിശ്വാസം. പിന്നെ ഗ്രഹങ്ങളിൽ സേനാധിപതി സ്ഥാനമുള്ള ചൊവ്വയും ആ വേലിൽ കുടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ മാതാവായ പാർവതി ദേവിയുടെ കടാക്ഷമുള്ള വേൽ കൈവശം വെച്ചതിനാൽ മുരുകനെ മറ്റ് പ്രയോഗത്താൽ ഒരിക്കലും ബന്ധിക്കാൻ സാധിക്കില്ല. മാന്ത്രിക താന്ത്രിക പ്രയോഗത്താൽ ബന്ധിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് മുരുകനെ ആഭിചാരദോഷത്തിന് ഭജിക്കുന്നു. മുരുകനെ പ്രാർത്ഥിക്കേണ്ട കുറച്ച് പ്രാർത്ഥനകളെ പറ്റി ഞാൻ പറയാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗത്തെ പറ്റിയാണ്. ശ്രീ സുബ്രഹ്മണ്യ ഭുജംഗം ശ്രീ ശങ്കരാചാര്യ സ്വാമികളാണ് രചിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വയറുവേദന വന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു ആഭിചാരദോഷമേറ്റിട്ടുള്ളൊരു വയറുവേദനയായിരുന്നു. അതായത് അഭിനവഗുപ്തൻ എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിനെതിരെ ആഭിചാരം പ്രയോഗിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വയറുവേദന വന്നത്. അപ്പോൾ അഭിസാരം എന്ന പേരുള്ളൊരു ആഭിചാരമാണ് പ്രയോഗിച്ചത്. അപ്പോൾ ആ ആഭിചാര ദോഷത്താൽ വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടിയ ശങ്കരാചാര്യ സ്വാമി മഹാദേവനെ ഭജിച്ചു കൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാദേവൻ്റെ മഹാഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ മഹാദേവൻ ഒരു ദിവസം സ്വപ്നത്തിൽ ദർശനം കൊടുത്തിട്ട് പറഞ്ഞു, തിരുച്ചെന്തൂരിൽ എൻ്റെ പുത്രനായ ഭഗവാൻ മുരുകനെ ഭജിച്ചാൽ ഈ ദോഷങ്ങളെല്ലാം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് 6 ദിവസം കൊണ്ട് സുബ്രഹ്മണ്യ ഭുജംഗം രചിച്ചു. 7-ാം ദിവസം ഭഗവാൻ ഇത് മാറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. സുഖം മാറ്റിക്കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ആഭിചാരദോഷത്തിനും പൊതുവെ ഒരുപാട് ഗുണങ്ങളുള്ള സ്തോത്രമാണത്. പിന്നെ ഉള്ളത് അത് ഒരു തവണ ചൊല്ലാം, അല്ലെങ്കിൽ സ്കന്ദഷഷ്ടി കവചം ഒരു തവണ എങ്കിലും ദിവസം ഇതിലേതെങ്കിലും ഒരു ദിവസം ചൊല്ലുന്നത്, ഒരു ദിവസത്തിലെ എങ്കിലും ചൊല്ലുന്നത് അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ചൊല്ലുന്നത് നമുക്ക് ഗുണം ചെയ്യും. അതുപോലെ സുബ്രഹ്മണ്യ കവചം വളരെ ഫലപ്രദമാണ്. കുമാരതന്ത്രത്തിലെ സുബ്രഹ്മണ്യ കവചം 2 നേരവും 3 തവണ വെച്ച് ചൊല്ലുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ ആഭിചാരദോഷം മാറാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പോൾ പിന്നെ ഉള്ളൊരു ദേവതയാണ് നരസിംഹസ്വാമി. നരസിംഹമൂർത്തിയെ പറ്റി നമുക്കറിയാം. ഭക്തരക്ഷയിൽ ഭഗവാനെ വെല്ലാനായിട്ട് മറ്റൊരു ദേവതാഭാവം ഇല്ലെന്നാണ് പറയുന്നത്. എത്ര കടുത്ത ആഭിചാരദോഷങ്ങളും ഭഗവാനെ ഭജിച്ചാൽ മാറും. ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറാത്ത യാതൊരു ആഭിചാരദോഷമോ ശത്രുദോഷമോ ഇല്ല. അപ്പോൾ ഭഗവാനെ ധൈര്യമായിട്ട് നമുക്ക് ഭജിക്കാം. പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന ദേവതയാണ് നരസിംഹസ്വാമി. നാളെ എന്നൊരു വാക്കില്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ഫലം നൽകും. ഭഗവാന്റെ നല്ലൊരു സ്തോത്രം എന്ന് പറഞ്ഞാൽ സങ്കടമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രം എന്ന് പറയുന്നൊരു സ്തോത്രമുണ്ട്. ശ്രീമദ് പയോനിധി എന്ന് തുടങ്ങുന്നൊരു സ്തോത്രമാണ്. അത് യൂട്യൂബിലൊക്കെ കിട്ടും. കുറച്ച് വലുതാണ്, കുറച്ച് കട്ടിയാണ്, എന്നാലും നമുക്ക് ശീലിച്ചാൽ ചൊല്ലാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സങ്കടങ്ങളും
മാറും. എല്ലാ രോഗദുരിതങ്ങളും ആഭിചാരദോഷങ്ങളും ശത്രുദോഷങ്ങളെല്ലാം മാറും. അപ്പോൾ ആ സ്തോത്രം ആഭിചാരദോഷത്തിന് വളരെയധികം നല്ലതാണ്. ലക്ഷ്മി ദേവിയോടൊപ്പം നരസിംഹസ്വാമിയുടെയും അനുഗ്രഹം കിട്ടും എന്നുള്ളതാണ്. വളരെയധികം നരസിംഹസ്വാമിയെ ഭജിക്കുന്നത് എല്ലാ തരത്തിലുള്ള ഉയർച്ചയ്ക്കും പ്രൊട്ടക്ഷനും വളരെയധികം നല്ലതാണ്. ശരിക്കും ആഭിചാരദോഷത്തിന് വളരെ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ദേവതമാരിൽ ഏറ്റവും നല്ല ആൾ തന്നെയാണ് നരസിംഹസ്വാമി. ലക്ഷ്മി ദേവിയോടൊപ്പമുള്ള നരസിംഹസ്വാമിയെ ആരാധിക്കുന്നതാണ് നല്ലത്. ശരിക്കും ലക്ഷ്മി നരസിംഹ സ്തോത്രമൊക്കെ ചൊല്ലുന്നത് ശരിക്കും കുടുംബ ഐശ്വര്യം നിലനിർത്താനായിട്ട് വളരെയധികം നല്ലതാണ്. ലക്ഷ്മി ദേവിയോടൊപ്പമുള്ള നരസിംഹസ്വാമിയെ വേണം ധ്യാനിക്കാൻ. അതാണ് വളരെയധികം നല്ലത്. അതുപോലെ തന്നെ ഋണമോചന ലക്ഷ്മി നരസിംഹ സ്തോത്രമുണ്ട്, കടം മാറാനായിട്ട്. അതുപോലുള്ള എല്ലാ ഈ പറഞ്ഞ ആഭിചാരദോഷത്തിനും അത് വളരെയധികം നല്ലതാണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ ആഭിചാരദോഷമില്ലാതെ നമുക്ക് കുടുംബത്തിലെ ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, സമാധാനം, സന്തോഷം ഇതെല്ലാം നിലനിർത്താനായിട്ട് ഈ ലക്ഷ്മി നരസിംഹ ഋണമോചന സ്തോത്രം കൊണ്ടും പറ്റും. ഈ ദേവതകളൊക്കെ നമുക്ക് ആഭിചാരദോഷത്തിന് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ ഭദ്രകാളി ദേവി വളരെയധികം നല്ലതാണ്. ഭദ്രകാളിയെ ആരാധിച്ചാൽ ശ്രീ ഭദ്രകാളി 10 അല്ലെങ്കിൽ ഭദ്രകാളിയുടെ മറ്റ് സ്തോത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല സമയം ത്രിസന്ധ്യ സമയമാണ്. അതുപോലെ നരസിംഹ കവചത്തിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയി. നരസിംഹ കവചം 2 നേരം 3 തവണ ചൊല്ലിയാലും 2 നേരം വെച്ച് 3 തവണ വീതം ചൊല്ലിയാലും നമുക്ക് ഈ മേൽപ്പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഭദ്രകാളി 10 എന്ന് പറയുന്നൊരു സ്തോത്രം വളരെയധികം നല്ലതാണ്. അതൊരു 3, 5, 7 അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നൊരു തവണ ഒരു ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് തുടങ്ങിയ ദിവസവും ചൊല്ലി വന്നു കഴിഞ്ഞാൽ ഈ ആഭിചാരദോഷം എല്ലാം മാറും. അതുപോലെ ഭദ്രകാളി അഷ്ടോത്തര ശതനാമാവലി, ഭദ്രകാളിയുടെ കാളി മഹാകാളി എന്ന സ്തോത്രം, അതുപോലെ ഭദ്രകാളിയുടെ പ്രീതികരമായിട്ടുള്ള ഏതൊരു സ്തോത്രവും വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ചൊല്ലി വരുന്നത് നമുക്ക് വളരെയധികം നല്ലതാണ്. ആഭിചാരദോഷത്തിന് വളരെയധികം നമ്മൾ ചിലവേറിയ പരിഹാരങ്ങളൊക്കെ ചെയ്ത്, ഹോമങ്ങളൊക്കെ ചെയ്ത്, പൂജകളും ഒക്കെ ചെയ്ത് എല്ലാം ഫലപ്രദമായിരിക്കാം. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്ത് ആഭിചാരദോഷത്തിൽ നിന്നും നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതിലേതെങ്കിലും ഒരു ദേവതയെ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ആ ദേവതയുടെ പ്രാർത്ഥന തിരഞ്ഞെടുത്ത് സ്ഥിരം ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ്. നിങ്ങൾ നരസിംഹസ്വാമിയുടെ ഇപ്പം ഞാൻ കുറച്ച് സ്തോത്രങ്ങൾ പറഞ്ഞു, മുരുകൻ്റെ കുറച്ച് സ്തോത്രങ്ങൾ പറഞ്ഞു, ഭദ്രകാളിയുടെ പറഞ്ഞു, ഹനുമാൻ സ്വാമിയുടെ ഹനുമാൻ ചാലീസ പോലുള്ള സ്തോത്രങ്ങളും, അതുപോലെ നരസിംഹസ്വാമിയുടെ പിന്നൊരു സ്തോത്രമുള്ളത് മന്ത്രരാജപദ സ്തോത്രം എന്ന് പറഞ്ഞൊരു സ്തോത്രമുണ്ട്. അത് ഞാനെപ്പോഴും ഓർത്തത്. അതും ഈ പറഞ്ഞ ത്രിസന്ധിക്ക് ജപിച്ചാൽ ആയുസ്, ആരോഗ്യം, ഐശ്വര്യം ഇതൊക്കെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ആഭിചാരദോഷത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഈ പറഞ്ഞ ദേവതകളുടെ സ്തോത്രങ്ങൾ നമുക്ക് ചൊല്ലാം, അതിന് കുഴപ്പമില്ല. പക്ഷേ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഗുരുപദേശവും നിഷ്ഠയും വേണ്ടി വരും. അതുപോലെ മുടങ്ങാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ മന്ത്രങ്ങളെപ്പറ്റി പറയാതെ സ്തോത്രങ്ങളെപ്പറ്റി പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇതിലൊരു ദേവതയെ തിരഞ്ഞെടുത്ത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ജപിച്ച് തുടങ്ങുക. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മുന്നേ തന്നെ നിങ്ങളെപ്പോഴും കുലദേവതയെ നന്നായിട്ട് സ്മരിക്കണം. അതുപോലെ ഗണപതിയെ നല്ല രീതിയിൽ ധ്യാനിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ആഭിചാരദോഷം ബാധിച്ചവർ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരുടെ ആഭിചാരദോഷം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.